ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രയായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല്? അതിന്റെ 10 ഇരട്ടിയാണ് ഇപ്പോ. പിണറായി വിജയൻ കറണ്ട് ചാർജ് എത്രമാത്രം കൂട്ടി എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇന്നത്തെ പരസ്യം കൊണ്ട് ഇപ്പൊ സംഭവിച്ചത്, വൈദ്യുതി ചാർജ് പിണറായി വിജയൻ സർക്കാർ എത്ര ശതമാനമാണ് കൂട്ടിയത് നമുക്കറിയാം. പണ്ടൊക്കെ 1000 രൂപയിൽ താഴെ വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ 3000-4000 രൂപയാണ് വൈദ്യുതി ചാർജ്. മനസ്സിലായില്ലേ? ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് ആൾക്കാർ. പെൻഷൻ 18 മാസം മുടങ്ങിയെന്ന് പറയുമ്പോ അല്ലാതെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഈ പറയുന്ന പിണറായി തമ്പുരാന്റെ കാലത്തും 4 മാസം പെൻഷൻ മുടങ്ങിയിരുന്നല്ലോ. അന്ന് മറിയക്കുട്ടി ചേട്ടത്തിയൊക്കെ മറ്റേ ചട്ടി എടുത്തിട്ട് പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടിരുന്നല്ലോ. അവസാനം രക്ഷയില്ലാതെ കൊടുത്തതല്ലേ ക്ഷേമ പെൻഷൻ. എത്രയാണ്? 2500 അല്ലേ? നിങ്ങളെ മറ്റേ പ്രകടനപത്രികയിൽ എത്രയായിരുന്നു? 2500 രൂപയാക്കുന്നു. ഇപ്പോഴും 2000 ആണ്. ആക്കിയില്ല. പ്രകടന നിങ്ങൾ വാഗ്ദാനം പോലും പാലിച്ചില്ലാന്ന്. വാഗ്ദാനം പോലും പാലിച്ചില്ല. കള്ളന്മാരല്ലേ നിങ്ങൾ അല്ലേ? പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ചില്ലേ? ഞങ്ങൾ 2500 രൂപയാക്കുന്നു പറഞ്ഞില്ലടോ. ഇപ്പോഴും 2000 അല്ലേ ഉള്ളൂ. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? എന്നിട്ട് നിങ്ങളെന്തോ ഭയങ്കര സംഭവം അല്ലേ? ഇതൊക്കെ പുറത്തു വരികയാണ്. ഗെയിൽ, ഞങ്ങളാണ് ഗെയിൽ. അപ്പോഴാണ് പറയുന്നത് പി രാജീവ് പണ്ട് നടത്തിയ സമരം ഗെയിലിനെതിരെ. അന്ന് ഗെയിലിനെതിരെ സമരം നടത്തിയ ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങളാണ് ഗെയിലിന്റെ ആൾക്കാരെന്ന്. ഇവനൊന്നോ മറ്റേ പച്ചമട്ടലെടുത്ത് അല്ല അടിക്കേണ്ടത്. തെരണ്ടി വാല് കൊണ്ട് ആസനത്തിൽ നല്ല പെട്ടപ്പെട്ടയ്ക്കണം കേട്ടോ. ഇമ്മാതിരി കള്ളത്തരം പറയുന്ന ആൾക്കാരെ KSRTC രക്ഷപ്പെടുത്തി. വേറെ ഒന്ന്, KSRTC രക്ഷപ്പെടുത്തി. KSRTCയിലെ പെൻഷൻ ശമ്പളം മുടങ്ങി കിടക്കായിരുന്നു ഈ അടുത്ത കാലം വരെ അല്ലേ? എന്നിട്ട് രക്ഷപ്പെടുത്തിയാണ് പറയുന്നത് മുഴുവൻ കള്ളത്തരം. എന്നിട്ട് അതാണ് പരസ്യപ്പിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെയോ, അതായത് സ്വന്തം വീട്ടുമുറ്റത്തെ അമേദ്യം ഉണ്ടല്ലോ. ഞാൻ നല്ല സംസ്കൃതത്തിൽ പറയാം, ഇനിയിപ്പോ അത് കേട്ടിട്ട് ആർക്കും ഇങ്ങനെ നെറ്റി ചുളിയേണ്ട. സ്വന്തം വീട്ടുമുറ്റത്തെ അമേദ്യം അത് കാണാതെ അന്യന്റെ വീട്ടിലെ കാക്കക്കാട്ടം കോരാൻ വേണ്ടി നടക്കുകയാണ് മാതിരി ടീമുകൾ. ആദ്യത്തെ കോരടോ വീട്ടുമുറ്റത്തെ അമേദ്യം. അജീർണം ബാധിച്ചങ്ങനെ പരന്ന് ഒഴുകി പരക്കുന്നുണ്ടല്ലോ ഈ അമേദ്യം. അതിന്റെ നാറ്റം സഹിച്ചൂടാ. അമ്പലക്കള്ളന്മാര് ഇപ്പൊ വലിയ ഞെളിഞ്ഞ് നടക്കുകയാണ്. ജയേഷ് പറയുന്നു, സഖാവേ, നാളെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവരും ജനങ്ങളുടെ പണമെടുത്ത് തുടർ ഭരണത്തിനായി സർക്കാരിൻ്റെതെന്ന വ്യാജന ഇങ്ങനെ ഒരു പരസ്യം നൽകിയാൽ ഇത് തന്നെ ആവണം അന്നും സഖാവിന്റെ അഭിപ്രായം. അടുത്ത് ഇതേപോലെ പരസ്യം ചെയ്യപ്പെടേ അന്നും ഇതേപോലെ ആയിരിക്കണം അഭിപ്രായം. അതിനിടയിൽ ഇവർ പറയുന്നൊരു കള്ളത്തരം എന്താണെന്നറിയോ? അതായത് ഇതിനേക്കാൾ വലിയ തുക PRDക്ക് ഇയാൾ ചെലവഴിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പിണറായി വിജയൻ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക PRDയിൽ ഉമ്മൻചാണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ആടോ, ഉമ്മൻചാണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക ഉമ്മൻചാണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഈ PRD എന്ന് പറഞ്ഞാൽ ഭരണരംഗത്തെ മികവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് PRD. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഭരണരംഗത്ത് ഒരുപാട് മികവുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വൻ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ പണം PRD ചെലവഴിച്ചിരുന്നു. പക്ഷെ പിണറായി നിങ്ങൾ ചെയ്യുന്ന പോലെയേ ഇലക്ഷൻ പ്രചാരണം നടത്തിയില്ല. അതാണ് ചൂണ്ടിക്കാണിച്ചത്. പയർ എത്രയെന്ന് നോക്കുമ്പോൾ അരി എത്രയെന്ന് നോക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയാ. PRD പൈസ എടുക്കേണ്ടതല്ല പറയുന്നത്. PRD പൈസ എടുത്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്തോ. നിങ്ങളുടെ എന്താ പറയാ വികസന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വൻ പദ്ധതികൾ അതൊക്കെ ജനങ്ങളെ അറിയിക്കുന്നത്. അത് അറിയിക്കാൻ നിങ്ങൾക്കില്ല. അതിന് പകരം നിങ്ങൾ ഇലക്ഷൻ പ്രചാരണം നടത്തുകയാണ്. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെ ഒന്നും ഇല്ലേനി, ഞങ്ങളിപ്പോ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കള്ളത്തരം പറഞ്ഞിട്ട് അല്ലേ? സുപ്രീം കോടതിയുടെ വിധി ഉണ്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതാ പെടാൻ പോവുകയാണ്. PRDയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അഴിയണ്ണും അതിലേക്കാ പോകുന്നത് കേട്ടോ.